ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നീഷ്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഒരു പഴയ പെട്രോമാക്സ് കിട്ടിയിട്ട് ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാർട്സുകളൊന്നും കിട്ടാത്തതുകൊണ്ട്, എവിടെ ഇത് കിട്ടുക, എന്താ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്സുകളൊക്കെ കിട്ടി. ഇതൊന്ന് റീസ്റ്റോർ ചെയ്ത് നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പാർട്സുകൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും കൈവശം ഇതുപോലെ ഒഴിവാക്കി വെച്ച പെട്രോമാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാർട്സുകൾ കിട്ടാനായിരിക്കും ബുദ്ധിമുട്ട്. പാർട്സുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ പാർട്സുകളും ഏത് ഭാഗത്തുള്ളതാണ് എന്ന് മനസ്സിലാക്കി വെച്ച ശേഷം അഴിച്ചെടുക്കുക. കാണാൻ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ ഒരുപാട് പാർട്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഒരേപോലെ ഉള്ളത് തന്നെ. അപ്പോൾ ഓരോന്നും അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഏത് ഭാഗത്തുള്ളതാണ് എന്ന് മനസ്സിലാക്കി അഴിച്ചെടുക്കുക. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഇതിൽ നടക്കുന്ന പ്രവർത്തന തത്വവും അതുപോലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിസവും നമ്മൾ അറിയുമ്പോഴാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ള വ്യക്തി എത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, എത്രത്തോളം വലിയ ബുദ്ധിമാനാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുക. 1910 ബെർലിനിലെ എഹ്റിച്ച് ഗ്രേറ്റ്സ് എന്ന കമ്പനിയാണ് ഇങ്ങനെ ഒരു പെട്രോമാക്സ് വികസിപ്പിച്ചെടുത്തത്. അങ്ങനെ ഇതിലുള്ള പാർട്സുകളെല്ലാം നമ്മൾ ഊരി വെച്ചതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ പുറമേ ഉള്ള മണ്ണും ചെളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ഒഴിവാക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പെടുക്കാം. ഉപ്പെടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് മൈദപ്പൊടി എടുക്കാം. ഇത് രണ്ടും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, സുർക്ക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള പാർട്സുകളിലെല്ലാം ഈ ഒരു പേസ്റ്റ് രൂപത്തിലുള്ള സംഭവം നമ്മൾ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. സ്റ്റീലിൻ്റെയും അതുപോലെ ഓട്, ചെമ്പിൻ്റെ ഒക്കെ പാത്രങ്ങൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇരുമ്പിൻ്റെ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ അത്ര ഫിനിഷിംഗ് ആയിട്ട് വരില്ല, എന്നാലും അതിലെ തുരുമ്പെല്ലാം പോകാൻ ഇത് തന്നെ ധാരാളം മതി. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഴയ ഓട്ട് പാത്രങ്ങൾ, അതുപോലെ ഓട്ട് വിളക്കുകൾ, ചെമ്പ് വിളക്കുകൾ, പാത്രങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മൾ കഴുകി കളയാണ്. ഇപ്പോൾ കണ്ടോ, എല്ലാം നല്ല വൃത്തിയായിട്ട് പുതിയതുപോലെ ആയിട്ടുണ്ട്. സ്റ്റീലിൻ്റെയും ചെമ്പിൻ്റെയും ഭാഗങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷേ ഇരുമ്പിൻ്റെ ഭാഗങ്ങൾ അത്ര ക്ലിയർ ആയിട്ടില്ല. എങ്കിലും അതിലുള്ള തുരുമ്പുകളെല്ലാം പോയി നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്ലാസ്സിനെയും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യുകയാണ്. കംപ്ലൈൻറ്റുള്ള പാർട്സുകളെല്ലാം മാറ്റി പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഈ ഭാഗത്തു കൂടെയാണ് ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മണ്ണെണ്ണ പുറത്തേക്ക് വരുന്നത്. ഇവിടെ ചെറിയ ഒരു സൂചിയുടെ മുന പോലെ ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വാൾവ് കൺട്രോൾ ചെയ്യുന്നത്. ആ സൂചി മുകളിലേക്ക് വരികയും താഴേക്ക് പോവുകയും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനത്തിന് ചെറിയ സൂചിയുടെ ആ അറ്റം കൊള്ളാൻ പാകത്തിന് മാത്രമായിട്ടുള്ളൊരു ഹോളും ഉണ്ട്. ആ ഹോളിലേക്കാണ് ഈ സൂചിയുടെ അറ്റം കയറി പോകുന്നത്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് ത്രെഡ് സീൽ ടാപ്പ് ചുറ്റുകയാണ്. ഈ ഭാഗത്തായിട്ടൊരു വാഷർ വരുന്നുണ്ട്. ആ വാഷർ ഇല്ലാത്തതുകൊണ്ട് ത്രെഡ് സീൽ ടാപ്പ് ചുറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ പെട്രോമാക്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ കത്തിച്ച് വെക്കുന്നത്. അതിനുശേഷം കത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ മാൻഡിലേക്ക് തീ പടർന്ന് ഒരു ബോൾ പോലെ കത്തി നിൽക്കുന്നത്. പലരും ഇതിനെ പെട്രോൾ മാക്സ് എന്നാണ് പറയുള്ളത്. എന്നാൽ പെട്രോൾ മാക്സ് അല്ല, പെട്രോമാക്സ് ആണ്. പെട്രോളിയം എന്ന പേരിൽ നിന്നും അതുപോലെ ഇത് കണ്ടുപിടിച്ചിട്ടുള്ള മാക്സ് ഗ്രേറ്റ്സ് എന്ന ഈ 2 വേർഡുകളിൽ നിന്നുമാണ് പെട്രോമാക്സ് എന്ന പേര് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന ഈ ഇരുമ്പിൻ്റെ പാർട്സിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ക്രൂ കാണാം. ആ സ്ക്രൂ അയച്ചു വെച്ചതിന് ശേഷം അതിലൂടെ ഒരു തുണി തിരുവി നമ്മൾ അതിനകത്തുള്ള കരിയും അതുപോലെ പൊടിയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ പുകയില്ലാത്ത അടുപ്പിലൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ആ പൈപ്പിനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ ബർണർ. വർണ്ണക്കട്ട എന്നും ഇതിന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഈ ബർണറിലാണ് നമ്മൾ ഇതിലുള്ള മാൻഡിൽ ഫിറ്റ് ചെയ്യുന്നത്. MANTLE മാൻഡിൽ എന്ന് തന്നെയാണ് വായിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പഴയ ആളുകളൊക്കെ ഇതിനെ മാനൽ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ.
മാൻഡിൽ ഒരു പോളിത്തീൻ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തുണി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് തുണിയാണ് എന്നുള്ളതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല. അതിനെപ്പറ്റി അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ കറക്റ്റായിട്ട് ഈ മാൻഡലിൻ്റെ ഇടയിലായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്, അവിടെ വെച്ചിട്ട് അതിൽ തന്നെയുള്ള നൂല് കൊണ്ടൊന്ന് കെട്ടി കൊടുക്കാം. ശേഷം ഈ ബർണറിനെ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഇരുമ്പ് പാർട്സിലായിട്ട് നമുക്ക് തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. ശേഷം ഇത് പെട്രോമാക്സിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഈ മാൻഡിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ആ ചെമ്പിൻ്റെ ഭാഗത്തൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ കറക്റ്റ് അടിയിലേക്ക് തൂങ്ങിയിരിക്കുന്ന രൂപത്തിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന ഹോളിലൂടെയാണ് നമ്മൾ ഇതിനകത്തേക്കുള്ള കാറ്റടിക്കുന്നത്. കാറ്റ് ഇതിനകത്ത് നിറയുന്ന, ഈ ടാങ്കിൽ നിറയുന്ന കാറ്റ് തിരിച്ച് പോരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഒരു പ്രത്യേക സംവിധാനമുണ്ട്. ഒരു ചെറിയ ബോൾട്ട് പോലെ ഒരു സംഭവം, അത് അഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ടൂള് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഒരു സൈഡിലേക്ക് തിരിച്ച് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ബോൾട്ട് പോലെ ഒരു സംഭവം കാണാൻ പറ്റും. അതിൻ്റെ നടുകിലായിട്ട് തിരിച്ചാൽ നമുക്കത് അഴിച്ചെടുക്കാൻ പറ്റും. അഴിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ചെറിയ വാഷറും ഒരു ചെറിയ സ്പ്രിങ്ങും കിട്ടും. ഇതൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാൻ കിട്ടാത്ത സാധനമാണ്. അതുകൊണ്ട് ഈ വാഷറിനെ നേരെ ദ്രവിച്ച ഭാഗം അകത്തേക്കിട്ട് നേരെ തല തിരിച്ചിട്ടതിന് ശേഷം സ്പ്രിങ്ങിനെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുകയാണ്. പമ്പ് ചെയ്യാനുള്ള ഭാഗമാണ് ഇത്. ഈ ലിവറിൻ്റെ അറ്റത്തായിട്ടൊരു റബ്ബറിൻ്റെ ഒരു വാഷർ ഉണ്ടാവും. ഈ വാഷറും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മണ്ണെണ്ണ സ്റ്റൗവിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാഷർ ഇതിന് കറക്റ്റായിട്ട് ചെത്തിയെടുത്തതാണ്. അതിനെ ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പമ്പിലായിട്ട് ഫിറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ കാറ്റടിക്കുന്നതിനുള്ള ഈ ഒരു ഹോളിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് മറ്റൊരു ഹോൾ കൂടി കാണാൻ പറ്റും. ആ ഭാഗത്ത് കൂടിയാണ് നമ്മൾ അവിടെ ഒരുപാട് സെറ്റപ്പുകൾ വരുന്നുണ്ട്. അതായത് അതിലേക്കുള്ള എണ്ണ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഇതിൽ എത്ര പ്രഷർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന്, പ്രഷർ ഓവർ ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാൾവ് എല്ലാം ഈ ഒരൊറ്റ നോബിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു എൻഡ് ക്യാപ്പ് എന്ന രൂപത്തിലേക്ക് മാത്രമായിട്ട് മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബൈക്കിൻ്റെ ടയറിനകത്തുള്ള ട്യൂബിൻ്റെ ഒരു ചെറിയ കഷ്ണം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ നോബിൻ്റെ അകത്തായിട്ട് ഫിറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുകൂടി എയർ ലീക്ക് വരുന്നില്ല. ഇനി അഥവാ ഓവറായിട്ട് പ്രഷറായിട്ട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഒഴിവാക്കാനും അതുപോലെ പെട്രോമാക്സ് ഓഫ് ആക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഹോള് നമുക്ക് ഈ ഒരു സാധനം ഒന്ന് ജസ്റ്റ് തിരിച്ച് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാകുന്നതാണ്. ഇനി നമ്മൾ ഇതിലായിട്ട് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
വരും അമ്മ എണ്ണ. നമ്മൾ ഒരിക്കൽ കത്തിച്ച മാൻഡിലിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ അപ്പോൾ ആ മാൻഡിൽ അവിടെ നിന്ന് പൊട്ടി താഴെ വീഴും. കണ്ടോ? അപ്പോൾ കത്തിച്ച മാൻഡിലിൽ ഒരിക്കലും ടച്ച് ചെയ്യരുത്. പെട്രോമാക്സ് കുലുക്കുകയും ചെയ്യരുത്. ഇനി നമുക്ക് ഇതിലെന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് എന്നൊന്ന് നോക്കാം. ഇതിൽ നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്കായിട്ട് കയറി നിൽക്കുന്ന ഈ കോപ്പറിൻ്റെ പൈപ്പിലൂടെയാണ് മുകളിലേക്ക് എണ്ണ പമ്പ് ചെയ്യുന്നത്. ഈ കാണുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഭാഗത്തിലൂടെ കറങ്ങിയിട്ടാണ് മുകളിലായിട്ട് എണ്ണ വന്ന് നിൽക്കുന്നത്. ഈ എണ്ണയെ ക്ലോസ് ചെയ്യുന്നതിനും അതുപോലെ തുറക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു വാൾവാണ് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഒരു ഭാഗം അവിടെ ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്. ആ ഭാഗത്ത് അവിടുന്ന് കറക്റ്റ് നേരെ മുകളിലേക്കായിട്ട് എണ്ണ പമ്പ് ചെയ്യുന്നില്ല. ആ റൗണ്ട് ഷേപ്പിലുള്ളതിലൂടെ മുകളിലേക്കാണ് കറങ്ങുന്നത്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് എണ്ണ വരും. കുറച്ച് നേരം എത്തി ആ റൗണ്ട് ഷേപ്പിലുള്ള ഭാഗം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നീട് എണ്ണ ദ്രാവക രൂപത്തിൽ നിന്ന് മാറി വാതക രൂപത്തിലായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വാതക രൂപത്തിലുള്ള എണ്ണയാണ് മാൻഡിലിൽ വന്നിട്ട് കത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, സംഭവം നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സക്സസ് ആയി. ഇതിൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഇത് ഇത്ര സക്സസ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ കഴിയുമെന്ന് ഒരു 100% പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കംപ്ലീറ്റ് ആയി, സക്സസ് ആയി. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. Goodbye.